Hi students, ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്മിങ് ടുഗദർ ഫെഡറേഷൻ. ടൈപ്സ് ഓഫ് ഫെഡറേഷൻ ആണ് അല്ലെ. അപ്പോൾ ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് കമ്മിങ് ടുഗദർ ഫെഡറേഷൻ. എന്താണ് കമ്മിങ് ടുഗദർ ഫെഡറേഷൻ? സ്വതന്ത്രരായിട്ടുള്ള ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് ഉണ്ട്. ഏതൊക്കെ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് ലാർജർ ഗ്രൂപ്പായിട്ട് അവർ കുറച്ച് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് എന്ത് ചെയ്യും, ജോയിൻ ചെയ്തിട്ട് അവർ ഫോം ചെയ്യും ഒരു ബിഗർ യൂണിറ്റ്, ഒരു ബിഗർ ഗ്രൂപ്പ്. അതാണ് കമ്മിങ് ടുഗദർ ഫെഡറേഷൻ. ഓക്കെ, ദ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് കമ്മിങ് ടുഗദർ on their own to form a bigger unit. കണ്ടില്ലേ, ഇറ്റ് ഈസ് ഫോർ അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ് ഈ ഒരു കമ്മിങ് ടുഗദർ ഫെഡറേഷൻ എന്നൊരു ഗവൺമെന്റ് എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ആയുള്ള സ്റ്റേറ്റ്സ് ഒരുമിച്ച് വന്നിട്ട് ഗ്രൂപ്പായി വന്നിട്ട് ഒരു ബിഗർ ഗ്രൂപ്പ് ഫോം ചെയ്യാണ്. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു retaining their identity അല്ലെ, ആൻഡ് ഓൾസോ ദേ ക്യാൻ ഇൻക്രീസ് ദിയർ സെക്യൂരിറ്റി. അവരുടെ എയിം, അവരുടെ ഈ ഒരു ഗവൺമെന്റ്, ഇങ്ങനെ ഒരു ഗവൺമെന്റ് വരാനുള്ള അവരുടെ എയിം എന്ന് പറയുന്നത് എന്താണ്? ഇൻ ഓർഡർ ടു റീറ്റെയിൻ ദിയർ ഐഡന്റിറ്റി, അവരുടെ ഐഡന്റിറ്റി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ടു ഇൻക്രീസ് ദിയർ സെക്യൂരിറ്റി, അവരുടെ നാഷന്റെ സെക്യൂരിറ്റി അല്ലെ, സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു തരത്തിലുള്ള ഫെഡറേഷൻ അവര് അപ്രൂവ് ചെയ്തത്. ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് ഈ ഒരു സിറ്റി സ്റ്റേറ്റ്സ് ആണ് നമുക്ക് നോക്കിയാലോ. USA അല്ലെ, USA ഇസ് എൻ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്, ആൻഡ് സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രേലിയ, ഈ 3 സ്റ്റേറ്റ്സും കൂടിയാണ് എന്തായത് ഒരു ബിഗർ യൂണിറ്റ് ആയിട്ട് ഫോം ചെയ്തത് അല്ലെ. അപ്പോ ഏതൊക്കെയാണ് മക്കളെ? ഇറ്റ് ഈസ് USA, സ്വിറ്റ്സർലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓൾ ദ കോൺസ്റ്റിറ്റ്യൂന്റ് സ്റ്റേറ്റ്സ് ഹാവ് ഈക്വലി പവർ ആൻഡ് ആർ സ്ട്രോങ് ദ ഫെഡറൽ ഗവൺമെന്റ്. എന്ന് വെച്ചാൽ ഈ ഒരു 3 സ്റ്റേറ്റ്സിനും, അവർ മൂന്ന് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് ബിഗർ ഗ്രൂപ്പായിട്ട് മാറിയതാണ് കമ്മിങ് ടുഗദർ ഫെഡറേഷൻ എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഏതൊക്കെയാണ് ആ സിറ്റി സ്റ്റേറ്റ്സ്? ഇറ്റ് ഈസ് USA, സ്വിറ്റ്സർലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ. അപ്പോൾ അവിടെ 3 ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സിനും ഈക്വൽ പവർ ആണ്. 3 പേർക്കും 3 സ്റ്റേറ്റ്സിനും ഈക്വൽ പവർ ആണ് ഷെയർഡ് ചെയ്യുന്നത്. ഓക്കെ, ദ ഈക്വൽ പവർ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ദ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് കമ്മിങ് ടുഗദർ ഓൺ ടു ഫോം എ ബിഗർ ഗ്രൂപ്പ് ഓർ ബിഗർ യൂണിറ്റ് ഈസ് കോൾഡ് ആസ് കമ്മിങ് ടുഗദർ ഫെഡറേഷൻ. ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ്? ഇറ്റ് ഈസ് USA, സ്വിറ്റ്സർലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ. അവരുടെ മെയിൻ എയിം എന്താണ് നമ്മൾ പറഞ്ഞത്? ഇറ്റ് ഈസ് ഇൻ ഓർഡർ ടു റീറ്റെയിൻ ദിയർ ഐഡന്റിറ്റി ആൻഡ് ഓൾസോ ടു ഇൻക്രീസ് ദിയർ സെക്യൂരിറ്റി. എല്ലാം ഓർത്ത് വെക്കണേ മക്കളെ, മറന്നു പോകരുത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ. എന്താണ് ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ? അപ്പൊ നമ്മുടെ ഇന്ത്യ അല്ലെ, ഇന്ത്യ ഒരു ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷനിൽ വരും. എന്താണ്? അവിടെ പവർ റിലേഷൻസ് ഉണ്ട് അല്ലെ. സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, ലോക്കൽ ഗവൺമെന്റ് ഉണ്ട്. അവിടെയൊക്കെ പവർ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യപ്പെടുകയാണ് അല്ലെ. അതുപോലെയാണ് ഈ ഒരു ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ ഡീൽ ചെയ്യുന്നതും സെയിം ടോപ്പിക് ആണ് അല്ലെ. ഡിഫിക്കൽറ്റി ഒന്നും തോന്നല്ലേ മക്കളെ, ഇറ്റ് ഇസ് വെരി സിമ്പിൾ കോൺസെപ്റ്റ്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എ ലാർജ് കൺട്രി ഡിസൈഡ്സ് ടു ഡിവൈഡ് ഇറ്റ്സ് പവർ ബിറ്റ്വീൻ കോൺസ്റ്റിറ്റ്യൂന്റ് സ്റ്റേറ്റ്സ് ആൻഡ് നാഷണൽ ഗവൺമെന്റ്. ഓക്കെ, അതാണ് ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ. ഏതൊക്കെ കൺട്രീസ് ആണ് അതിൽ വരിക? ഇന്ത്യ, സ്പെയിൻ. ഓക്കെ, ഇന്ത്യ, സ്പെയിൻ ആൻഡ് ബെൽജിയം. ഓക്കെ, ഈ ഒരു ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷന്റെ എക്സാമ്പിൾസ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് പറയുമ്പോൾ ഈ 3 കൺട്രീസിലും സെൻട്രൽ ഗവൺമെന്റ് ടെൻഡ്സ് ടു ബി മോർ പവർഫുൾ അല്ലെ. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ലോക്കൽ ഗവൺമെന്റും ഒക്കെ പവർ റിലേഷൻസ് ഉണ്ടെങ്കിലും അല്ലെ, ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞല്ലോ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ലോക്കൽ ഗവൺമെന്റും ഒക്കെ പവർ റിലേഷൻസ് ഉണ്ട്. ഇറ്റ് ഈസ് എ 3 ടയർ സിസ്റ്റം ഓഫ് ഫെഡറൽ സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഏതൊക്കെയായിരുന്നു 3 ടയർ സിസ്റ്റം ഓഫ് ഫെഡറലിസം? ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് central government, second one it is state government, and third one it is ലോക്കൽ ഗവൺമെന്റ്. എങ്ങനെയാണ് ലോക്കൽ ഗവൺമെന്റിന്റെ ഇത് വന്നത്? കൂടുതൽ പോപ്പുലേഷനില് എന്ന് വെച്ചാൽ 28 സ്റ്റേറ്റ്സ് ഉണ്ടല്ലേ നമ്മുടെ ഇന്ത്യയില്. അപ്പൊ അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ജനസംഖ്യ കൂടി വരുമ്പോൾ ഈ സ്റ്റേറ്റിലുള്ള മിനിസ്റ്റേഴ്സിന് എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? എന്ത് ഫോം ചെയ്തു എന്നാ പറയുന്നത്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഫോം ചെയ്തു. അതാണ് തേർഡ് ടയർ സിസ്റ്റം ഓഫ് ഫെഡറലിസം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നില്ലേ നിങ്ങള്? എല്ലാം ഒന്നും കൂടെ ഒന്ന് റീവൈൻഡ് ചെയ്താ നമുക്ക് എന്ത് ചെയ്യാം, റീവൈൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. We can move to what makes India a federal country.
എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ ഒരു ഫെഡറൽ കൺട്രി ആയത് എന്ന് നമുക്ക് നോക്കിയാലോ? ആർക്കെങ്കിലും അത് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം അല്ലെ? ഓക്കെ. The constitution originally provided for a two-tier system of government, union government or what we call central government. അല്ലേ, നമ്മൾ സെൻട്രൽ ഗവൺമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ. അപ്പൊ അതാണ് ഫസ്റ്റ് ഫോം ചെയ്തത്. പണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾഡ് സിറ്റി സ്റ്റേറ്റ്സ് ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നത് അല്ലെ? ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു സിറ്റി സ്റ്റേറ്റ്സ് ന്യൂ സിറ്റി സ്റ്റേറ്റ്സ് ആയിട്ട് വരാൻ കാരണം എന്താന്ന് പറഞ്ഞാല്, ഒരു നമ്മളെ ശ്രീരാമലു എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഇറ്റ്സ് എ സോഷ്യൽ റിഫോമർ. ഓക്കെ. അദ്ദേഹം ഹങ്കർ സ്ട്രൈക്കിൽ കുറെ ഹങ്കർ സ്ട്രൈക്കിലൊക്കെ പങ്കെടുത്തിരുന്നു. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ടു ഫോം ദ സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശ് എന്ന സ്റ്റേറ്റ്, അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു സ്റ്റേറ്റ് വേണമെന്നൊക്കെ ഇത് വന്നപ്പോഴാണ് എന്ത് വന്നത്? ഈ ഒരു ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റ് വന്നത്. അങ്ങനെ അദ്ദേഹമാണ് ഈ ഒരു സിറ്റി സ്റ്റേറ്റ്സ് പിന്നെ പുതിയ ന്യൂ സ്റ്റേറ്റ്സ് ആയിട്ട് പിന്നെ വരികയും പല സ്റ്റേറ്റ്സ് 28 സ്റ്റേറ്റ്സ് വന്നല്ലോ. അപ്പോൾ ഈ ഒരു പല സോഷ്യൽ റിഫോമേഴ്സിന്റെയും സ്ട്രഗിൾസ് കാരണമാണ് എന്താണ് പല സ്റ്റേറ്റ്സും വന്നത്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്ന അതിനെ കുറിച്ചാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഡീൽ ചെയ്യുന്ന നെക്സ്റ്റ് ടോപ്പിക് ഇറ്റ് ഇസ് ദ തേർഡ് ടയർ സിസ്റ്റം. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് വന്നു അല്ലെ? അപ്പൊ ന്യൂ സിറ്റി സ്റ്റേറ്റ്സ് വന്നപ്പോ 28 സ്റ്റേറ്റ്സ് വന്നപ്പോ സെൻട്രൽ ഗവൺമെന്റ് വന്നു. പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാല് സർദാർ വല്ലഭായ് പട്ടേൽ ആണ് എന്ത് പറഞ്ഞത്? ഇന്ത്യയില് ഫെഡറലിസം കൊണ്ടുവന്നത്. പൊളിറ്റിക്കൽ പാർട്ടീസ് വന്നു അല്ലെ? പല സ്റ്റേറ്റ്സിലായിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് വന്നു, പല ഇത് വന്നു. അങ്ങനെ ഫെഡറലിസം എന്നൊരു കാര്യം കൊണ്ടുവന്നതും ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലാണ് പല ചേഞ്ചസും വന്നത്. അതും ആലോചിക്കുക. ശ്രീരാമലുവിന്റെ കാര്യം ആലോചിക്കുക. ശ്രീരാമലു ഹങ്കർ സ്ട്രൈക്ക്, ആന്ധ്രാപ്രദേശ് എന്ന സ്റ്റേറ്റ് ഫോം ചെയ്യാൻ വേണ്ടി ഹങ്കർ സ്ട്രൈക്ക് ചെയ്ത് മരണപ്പെട്ട ആളാണ്. ആ ഒരു ഹങ്കർ സ്ട്രൈക്കിൽ തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. പക്ഷെ പിന്നെ പല മേജർ ചേഞ്ചസ് വന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റെപ്പ് അല്ലെ? അദ്ദേഹമാണ് ഒരു സ്റ്റെപ്പ്, ഒരു കാൽവെപ്പ് നടത്തിയത്. പിന്നെയാണ് നമ്മുടെ ലീഡേഴ്സ് ആയിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേൽ ഒക്കെ ഒരു പിന്നെ മേജർ സ്റ്റെപ്പ് നടത്തിയാണ് ഇന്ത്യ ഒരു ഫെഡറൽ കൺട്രി ആയിട്ട് മാറിയത്. അത് മറക്കരുത് കേട്ടോ, അതെപ്പോഴും ആലോചിക്കുക. അപ്പൊ നമ്മുടെ തേർഡ് ടയർ സിസ്റ്റം ആണ് പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ്. അറിയാം നമുക്ക് എന്തൊക്കെ വില്ലേജസിൽ പഞ്ചായത്ത് നമ്മൾ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയും. എന്തൊക്കെ ടൈപ്പ് ഓഫ് പഞ്ചായത്ത് ഉണ്ട് നമുക്ക് നോക്കിയാലോ? Types of panchayat. Okay, panchayat. Okay, first one. Okay. First one എന്താണ്? ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫസ്റ്റ് പറയണ്ട, ജസ്റ്റ് നമുക്ക് ഗ്രാമപഞ്ചായത്ത് മുതൽ തുടങ്ങാം അല്ലെ? ഗ്രാമപഞ്ചായത്ത് പറയാം. ഗ്രാമപഞ്ചായത്ത് വില്ലേജസിലുള്ളതാണ് ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത്. ഓക്കെ. എവിടെയാണ്? വില്ലേജസിലാണ് അല്ലെ? ഇപ്പോൾ വില്ലേജസിലെ ഗ്രാമങ്ങളിലൊക്കെ അവരുടെ വിഷയങ്ങൾ, അവിടെ സാധാ ജനങ്ങൾ, അവിടെയുള്ള ഗ്രാമീണരുടെ ഇടയിലുള്ള പ്രോബ്ലംസ്, ഇപ്പോൾ ഇങ്ങനെ വെള്ളമില്ല, ജലം ലഭ്യത കുറവോ, അല്ലെങ്കിൽ അവിടെ പുതിയൊരു സ്കൂൾ വരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു റോഡ് വരണമെങ്കിൽ, അങ്ങനെയൊക്കെ അവർ ഡിസ്കസ് ചെയ്യും ഒരു വാർഡ് മെമ്പർ ആയിട്ടൊക്കെ. അതൊക്കെ എന്താണ്? ഗ്രാമസഭ. അവരിങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്ന ഇതിനെ നമ്മൾ ഗ്രാമസഭ എന്നാണ് പറയാറ്. ഗ്രാമസഭ. ഓക്കെ. ഇത് പിന്നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് ബ്ലോക്ക് പഞ്ചായത്തുകളായിട്ടും ജില്ലാ പഞ്ചായത്തുകളായിട്ടും ഒക്കെ ഡിവിഷൻ വരുന്നുണ്ട്. ഓക്കെ. ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ജില്ലാ പഞ്ചായത്ത്. ഓക്കെ. ഇതൊക്കെ വില്ലേജസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞത്, ഇത്രയും കാര്യങ്ങൾ. നെക്സ്റ്റ് നമുക്ക് എന്താണ് മുനിസിപ്പാലിറ്റീസ് എന്ന് പറയുമ്പോൾ അത് മെയിൻ ആയിട്ട് എവിടെയാണ് വരാറ്? മുനിസിപ്പാലിറ്റീസ്
എന്ന് വെച്ചാൽ ഇപ്പൊ കൊച്ചിയിൽ കൊച്ചി എന്ന് പറയുന്ന ഒരു ബിഗ് സിറ്റിയാണ് അല്ലെ. അപ്പൊ അവിടെ എന്ന് പറയുന്നത് അവിടെയൊക്കെ മുനിസിപ്പാലിറ്റിയാണ് അല്ലെ. അതേമാതിരി നമ്മൾ കാലിക്കറ്റ് ഒരു കോർപ്പറേഷൻ ഏരിയ ആണ്. അതുപോലെ എല്ലാ ഇതും മുനിസിപ്പാലിറ്റിന്റെ നേതൃത്വത്തിലാണ് വരിക. മുനിസിപ്പാലിറ്റി അവിടെ പ്രസിഡന്റ് ആണ് ഉണ്ടാവുക. മുനിസിപ്പൽ ടൗൺ റീജിയൻസിലാണ് മുനിസിപ്പാലിറ്റി. ഓക്കെ, ഇപ്പോ ടൗൺസിലാണ് മുനിസിപ്പാലിറ്റീസ് ഉള്ളത്. ഓക്കെ, എക്സാമ്പിൾ നമ്മൾ എന്താ പറഞ്ഞത് അല്ലെ, കോർപ്പറേഷൻ ഏരിയാസ് ആണ് ഇപ്പോ കൊച്ചി അല്ലെ. അപ്പൊ കോർപ്പറേഷൻ നമ്മുടെ കാലിക്കറ്റ് ഒരു കോർപ്പറേഷൻ ഏരിയ ആണ് അല്ലെ. അതേമാതിരി കാലിക്കറ്റും കൂടെ നമുക്ക് ഇതിൽ എഴുതി ചേർക്കാം. ഓക്കെ, അപ്പൊ മുനിസിപ്പൽ അതാണ് മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നത്. ദ തേർഡ് ടയർ സിസ്റ്റം ഓഫ് ഫെഡറലിസം ഏതൊക്കെയാണ്? പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി. അതിന് മുന്നുള്ള ടയർ സിസ്റ്റം ഏതൊക്കെയാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ് ആദ്യം വന്ന് ടയർ സിസ്റ്റം ഓഫ് ഫസ്റ്റ് സ്റ്റെപ്പ് നടത്തിയത്. പവർ ഡിവിഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇന്ന് സെൻട്രൽ ഗവൺമെന്റ് അവർക്ക് എല്ലാ പവേഴ്സും കൂടെ ഒരുമിച്ച് ഏറ്റെടുക്കാൻ കഴിയില്ല. എന്നിട്ട് അവർ ആർക്ക് കൊടുത്തു പവേഴ്സ്? ആർക്കാണ് കൊടുത്തത്? പറയൂ, ആർക്കാ കൊടുത്തേ? സ്റ്റേറ്റ് ഗവൺമെന്റിന് അല്ലെ. സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ആർക്ക് കൊടുത്തു? അവർക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഇപ്പൊ കുറെ സ്റ്റേറ്റ്സ് വന്നല്ലോ, 28 സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പൊ എല്ലാ സ്റ്റേറ്റ്സിലും ഈ പോപ്പുലേഷൻ ഇൻക്രീസ്, ജനസംഖ്യ കൂടി വരുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് അവരെ കുറച്ച് പവേഴ്സ് ആർക്ക് എടുത്തു കൊടുത്തു? ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് ആയിട്ടുള്ള പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസിനോട് കൊടുത്തു അല്ലേ. അതാണ് മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് we can move to central government റെസ്പോൺസിബിലിറ്റീസും സ്റ്റേറ്റ് ഗവൺമെന്റ് ഏതൊക്കെ ഫീൽഡിലാണ് അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. വരും. ഓക്കെ, അപ്പൊ സെൻട്രൽ ഗവൺമെന്റിനെയാണ് നമ്മൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അറിയാമല്ലോ. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന് ലോസ്, നിയമം ഉണ്ടാക്കാൻ കഴിയും ഏതൊക്കെ ഫീൽഡിലാണ്? ഫസ്റ്റ് വൺ ഡിഫൻസ് ഫീൽഡ്. ആരാണ് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്? രാജ്നാഥ് സിംഗ് ആണ് അല്ലെ. ഓക്കെ, ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ആർക്കാണ് റെസ്പോൺസിബിലിറ്റി? യൂണിയൻ ലിസ്റ്റിനാണ്. കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള. ഓക്കെ, നെക്സ്റ്റ് വൺ ഫോറിൻ അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഏതൊക്കെയാണ്? ഡിഫൻസ്, ബാങ്കിങ്, കറൻസി, കറന്റ് അഫയേഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, വാട്ട് അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്? അപ്പൊ ഏതൊക്കെയാണ് മക്കളെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് നമുക്ക് നോക്കിയാലോ. വരൂ. ഇറ്റ് ഈസ് police. First one it is police, and second one trade. Okay, and third one agriculture, and fourth one it is irrigation. Okay, അപ്പോ നമ്മൾ സെൻട്രൽ ഗവൺമെന്റിനെയും സ്റ്റേറ്റ് ഗവൺമെന്റിനെയും റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് തേർഡ് വൺ ഇറ്റ് ഈസ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരുപോലെ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഫീൽഡ്സ് ആണ് ഇതൊക്കെ. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് വൺ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ. ഫോറസ്റ്റ് ആൻഡ് ട്രേഡ് അല്ലെ. ട്രേഡ്. ആൻഡ് ഫോർത്ത് വൺ ഇറ്റ് ഈസ് മാരേജ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഇറ്റ് ഈസ് അഡോപ്ഷൻ. ആൻഡ് ലാസ്റ്റ് വൺ ഇറ്റ് ഈസ് സക്സഷൻ. ഏതൊക്കെയാണ്? ഈ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒരേ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഫീൽഡ്സ് ഏതൊക്കെയാ മക്കളെ? പറഞ്ഞേ. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് എഡ്യൂക്കേഷൻ, ആൻഡ് സെക്കൻഡ് വൺ ഫോറസ്റ്റ്, ആൻഡ് തേർഡ് വൺ ട്രേഡ്, ആൻഡ് ഫോർത്ത് വൺ മാരേജ്, ആൻഡ് ഫിഫ്ത്ത് വൺ ഇറ്റ് ഈസ് അഡോപ്ഷൻ, ആൻഡ് സിക്സ് വൺ ഇറ്റ് ഈസ് സക്സഷൻ. ഓക്കെ, ഇത് ഓർത്ത് വെക്കാം. വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എപ്പോഴും വരുന്ന, നിങ്ങൾക്ക് നോക്കിയാലോ ഒന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക എക്സാമിന് വേണ്ടിയിട്ട്. അപ്പൊ അത് വെരി ഇമ്പോർട്ടൻറ്റ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും വരുന്നതാണ്. ദ 3 ടൈപ്സ് ഓഫ് ലിസ്റ്റ്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ലിസ്റ്റ്, ആൻഡ് കോൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, എല്ലാം ഒന്നും കൂടെ നോക്കുക. ഓക്കെ, എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. എക്സാമിന് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മക്കളെ. ഒന്ന് മിസ്സായി പോകരുത്. ഓക്കെ, അപ്പൊ യൂണിയൻ ലിസ്റ്റ് എന്താന്ന് ഒന്നും കൂടെ പറയാം. യൂണിയൻ എന്ന് പറയുന്ന ഏതിനെയാണ്? ഇറ്റ് ഈസ് സെൻട്രൽ ഗവൺമെന്റിനെയാണ് അല്ലെ. സെൻട്രൽ ഗവൺമെന്റിനെയാണ്
യൂണിയൻ എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിൽ. അപ്പൊ അവര് ഡീൽ ചെയ്ത റെസ്പോൺസിബിലിറ്റീസ് ആണ് ഫോറിൻ അഫയേഴ്സ്, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, ഡിഫൻസ് ആൻഡ് കറൻസി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡ്സിലൊക്കെ യൂണിയൻ ഗവൺമെന്റിന്, സെൻട്രൽ ഗവൺമെന്റിന് നിയമം അല്ലെ ഉണ്ടാക്കാനുള്ള ഇതുണ്ട്. അത് ആ സബ്ജക്ട്സ് ആണ്. ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഡിഫൻസ് കാര്യങ്ങളിലും ഫോറിൻ അഫയേഴ്സിലും ബാങ്കിങ്ങിലും കമ്മ്യൂണിക്കേഷൻസിലും ഒക്കെ ഈ സെൻട്രൽ ഗവൺമെന്റിന് അധികാരമുണ്ട് ലോസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത് നെക്സ്റ്റ് വൺ സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെന്റിന് ഏതൊക്കെ ഫീൽഡ്സിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത്? ഇത് നമ്മൾ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യാണ്, ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഏതൊക്കെ ഫീൽഡ്സിലാണ് സ്റ്റേറ്റ് ലിസ്റ്റിന് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത്? ഇറ്റ് ഈസ് പോലീസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. പറയൂ, കൊമേഴ്സ്, agriculture and irrigation. Okay, അപ്പോൾ ഇതിലൊക്കെയാണ് the state government can make laws related to fields like police, trade, പിന്നെ ഏതൊക്കെയാണ്? commerce and agriculture and irrigation. Okay, and next one, last one, വേഗം നമുക്ക് കൺകറന്റ് ലിസ്റ്റ്. എന്താണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്? യൂണിയൻ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഫീൽഡ്സ് ഏതൊക്കെയാണ്? ബോത്ത് ദ യൂണിയൻ ഗവൺമെന്റ് ആസ് വെൽ ആസ് സ്റ്റേറ്റ് ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഏതൊക്കെ ഫീൽഡ്സ് ആണ് കൺകറന്റ് ലിസ്റ്റിൽ നമ്മൾ പറഞ്ഞത്? ഒന്നുകൂടെ ഓർത്തിട്ട് പറഞ്ഞേ, പെട്ടെന്ന് തന്നെ നമുക്ക് റിവൈൻഡ് ചെയ്ത് പോവല്ലോ. എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, ട്രേഡ് യൂണിയൻസ് ആൻഡ് മാരേജ്, adoption and succession. Okay, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഈ ഒരു ടോപ്പിക്സിലാണ് എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഡീൽ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസ് ഈ ഫീൽഡ്സ് ആണ്. ഓക്കെ, ആൻഡ് അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത്, ഇപ്പോ ഈ ഒരു സെഷനിൽ പറഞ്ഞ ടോപ്പിക്സ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു കമ്മിങ് together ഫെഡറേഷൻ അല്ലേ? കമ്മിങ് ടുഗദർ ഫെഡറേഷൻ. കമ്മിങ് ടുഗദർ ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കമ്മിങ് ടുഗദർ ഫെഡറേഷൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ബിഗർ ഗ്രൂപ്പ്സ് ആയിട്ട് ഫോം ചെയ്യുന്നതല്ലേ മക്കളെ? ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് ബിഗർ ഗ്രൂപ്പ്സ് ആയിട്ട് ഫോം ചെയ്യാണ് അല്ലേ? അതിനെയാണ് നമ്മൾ കമ്മിങ് ടുഗദർ ഫെഡറേഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെ സിറ്റി സ്റ്റേറ്റ്സ് ആണ് ഇതിൽ കമ്മിങ് ടുഗദർ അതിൽ പെടുന്നത്? ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു USA അല്ലേ, സ്വിറ്റ്സർലാൻഡ് അല്ലെ, USA, സ്വിറ്റ്സർലാൻഡ് ഒക്കെ കമ്മിങ് ടുഗദർ ഫെഡറേഷനിലാണ്. ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് ബിഗർ ഗ്രൂപ്പ് ആയിട്ട് ഫോം ചെയ്യുക. ഇറ്റ് ഈസ് ടു ദെയർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന അവരുടെ ഐഡന്റിറ്റി അല്ലെ റീറ്റെയിൻ ചെയ്യുക ആൻഡ് ഫോർ ഇൻക്രീസിങ് ദെയർ സെക്യൂരിറ്റി. ഓക്കെ, അപ്പൊ പിന്നെ സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞത് ഏതാണ്? ഹോൾഡിംഗ് ടുഗദർ ആണ് അല്ലെ? ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ. ഓക്കെ, ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ. അല്ലെ? അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ സിംഗിൾ ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് മാത്രം ഒരു സിംഗിൾ ഗവൺമെന്റ് ആയിരിക്കും. ഇവിടെ ഈ ഒരു കമ്മിങ് ടുഗദർ ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ഈ സിറ്റി സ്റ്റേറ്റ്സിനൊക്കെ ഈക്വൽ പവർ ആണ്. ഈക്വൽ പവർ. പക്ഷേ ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ എങ്ങനെയാണ്? ഈക്വൽ പവർ അല്ല. ഇറ്റ് ഇസ് ഈക്വൽ പവർ അല്ല, അവിടെ പവർ ഡിവിഷൻസ് ഉണ്ട്. പവർ ഡിവിഷൻസ് ഉണ്ട്. നമ്മൾ പറയും പോലെ എന്തൊക്കെയാണ്? സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അങ്ങനെ പറഞ്ഞിട്ട് പവർ ഡിവിഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഏതൊക്കെ കൺട്രീസ് ആണ് ഇതിന്റെ എക്സാമ്പിളിൽ വരുന്നത് കമ്മിങ് ടുഗദർ ഫെഡറേഷനിൽ? ഇറ്റ് ഇസ് ഇന്ത്യ, ബെൽജിയം. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇത് കമ്മിങ് ടുഗദറും ഹോൾഡിംഗ് ടുഗദറും വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. എല്ലാവരും ഒന്നും കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു
3-tier സിസ്റ്റം അല്ലെ, ത്രീ ടയർ സിസ്റ്റം ഓഫ് ഫെഡറൽ ഗവൺമെന്റ്. അതേതാണ്? ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ പഞ്ചായത്ത് അല്ലെ, പഞ്ചായത്തിന്റെ കാര്യം പറഞ്ഞു. പഞ്ചായത്ത് അല്ലെ, നമ്മൾ പഞ്ചായത്തിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് തിങ്ക് അബൌട്ട് ചെയ്യുക. ഗ്രാമസഭയുണ്ട്, വില്ലേജസിലൊക്കെ ഗ്രാമസഭ അല്ലെ. പിന്നെ പഞ്ചായത്തിന് പറയുമ്പോൾ ഗ്രാമസഭ, ഗ്രാമപഞ്ചായത്ത് ഉണ്ട്, അതിന് ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട് അല്ലെ. പിന്നെ എന്താണ് ഉള്ളത്? നമ്മൾ പറഞ്ഞു പോയതാണ് ജില്ലാ പഞ്ചായത്ത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഗ്രാമപഞ്ചായത്ത് അല്ലെ, ഗ്രാമപഞ്ചായത്ത് എന്നാണ് നമ്മൾ പറയാറ്. ഗ്രാമപഞ്ചായത്തില് ഗ്രാമസഭകളുണ്ട്, ഗ്രാമസഭകൾ. അവിടെയാണ് വാർഡ് മെമ്പേഴ്സും ജനങ്ങളൊക്കെ കൂടിയിട്ട് അവരുടെ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞിട്ട് എവിടെയാണ് മണി കൂടുതലായിട്ട് ഏത് ഫീൽഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഡെവലപ്മെന്റിന് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്ന ഗ്രാമസഭാസിലാണ്. ഗ്രാമസഭ. ഓക്കെ. പിന്നെ നമ്മൾ പഞ്ചായത്തിന്റെ പറഞ്ഞു. പിന്നെയുള്ള പഞ്ചായത്തിന്റെ വേറൊരു ഇത് എന്ന് പറഞ്ഞാല് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്, ഓക്കെ, ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ജില്ലാ പഞ്ചായത്ത്. ഓക്കെ, ജില്ലാ പഞ്ചായത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ എന്താ? മുനിസിപ്പാലിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലെ. മുനിസിപ്പാലിറ്റീസ് കൂടുതലായിട്ട് എവിടെയാണ്? വലിയ ബിഗ് സിറ്റീസിലാണ് അല്ലെ. മുനിസിപ്പാലിറ്റീസ് ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് മുനിസിപ്പാലിറ്റീസ് ഡീൽ ചെയ്തിട്ട് അല്ലെ. അപ്പോൾ മുനിസിപ്പാലിറ്റീസ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഇറ്റ് ഇസ് ബിഗ് സിറ്റീസിലാണ് അല്ലെ. ബിഗ് സിറ്റീസ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നില്ലേ? കൊച്ചി, കാലിക്കറ്റ് ഒക്കെ എന്താണ്? കോർപ്പറേഷന്റെ ഇതിലാണ്. അങ്ങനെയുള്ള ബിഗ് സിറ്റീസ്, ടൗൺസ് ആണ് എന്ത് എപ്പോഴും ഈ ഒരു മുനിസിപ്പാലിറ്റീസിന്റെ ഇതിൽ വരാറുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ഡീൽ ചെയ്ത ടോപ്പിക്സ് എന്ന് പറയുന്നത് കമ്മിങ് ടുഗദർ, ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ എന്ന് പറയുന്ന ഫെഡറേഷന്റെ 2 ടൈപ്സും ആണ്. പിന്നെ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? 3-tier സിസ്റ്റം ഓഫ് ഫെഡറലിസം പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞത് എന്തൊക്കെയാണ്? പഞ്ചായത്ത്, ഈ ഒരു 3-tier സിസ്റ്റം അല്ലെ, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എല്ലാം. ഈ ഒരു ലാസ്റ്റ് വൺ, ഈ ഒരു 3-tier സിസ്റ്റം ഓഫ് ഫെഡറലിസം ഇസ് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക. ഇനി ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പറയാം. ഓക്കെ, താങ്ക്